السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ നാട്ടുകാരെ, വിശ്വാസി സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ഒരു ഒത്തുചേരൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത മാസം 10, 11 തീയതികളിൽ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് നടത്തപ്പെടുന്ന വിസ്ഡം കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്രചാരണ ഭാഗമായി നടത്തപ്പെടുന്ന തസ്ഫിയ ആദർശ സമ്മേളനമാണ്. പള്ളിക്കൽ ബസാറിനെ സംബന്ധിച്ചിടത്തോളം അനേകം പ്രഭാഷണങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് പള്ളിക്കൽ ബസാർ. മതപരമാകട്ടെ, രാഷ്ട്രീയപരമാകട്ടെ, സാമുദായികപരമാകട്ടെ, അനേകം മതപ്രഭാഷണങ്ങൾക്കും മറ്റ് പ്രഭാഷണങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ച മണ്ണാണ് നമ്മുടെ പള്ളിക്കൽ ബസാർ. ആ ഒരു സാഹചര്യത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് തസ്ഫിയ എന്ന ആദർശ സംഗമത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, മറ്റു മതപ്രഭാഷണങ്ങൾ നടന്നതുപോലെ അല്ലെങ്കിൽ മറ്റു പ്രഭാഷണങ്ങൾ ലക്ഷ്യം വെച്ചതുപോലെ കേവലം ഭൗതികപരമായ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന വില കുറഞ്ഞ ഉദ്ദേശങ്ങളല്ല ഈ ഒരു കൂട്ടായ്മയുടെ ഈ ഒരു പ്രഭാഷണം ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഒരാളും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ അംഗമായി മാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അല്ലെങ്കിൽ ഒരാളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മറിച്ച് ഈ പ്രഭാഷണങ്ങളിലൂടെ, ഇവിടെ നടക്കുന്ന ഓരോ സംസാരങ്ങളിലൂടെയും തെളിവിനൊത്ത് ഖുർആനിനും സുന്നത്തിനും അടിസ്ഥാനത്തിൽ പറയുന്നത് എന്താണോ എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുകയും അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ധൈര്യത്തോടുകൂടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കണേ എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബലാഗാണ്. എന്താണ് ബലാഗ് എന്ന് പറഞ്ഞാൽ? എത്തിക്കൽ എന്നതാണ് ഭാഷാപരമായി അതിൻ്റെ അർത്ഥം. ആ പദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ പുണ്യനാവിലൂടെ സമൂഹത്തെ പഠിപ്പിച്ച, അതല്ലെങ്കിൽ സമൂഹത്തോട് സ്വഹാബിമാരോട് ആഹ്വാനം ചെയ്ത പദമാണ്. മഹാനായ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇന്റെ അവസാന വേളയിൽ അവിടെ നിന്ന് പറഞ്ഞു, ഫൽയുബല്ലിഗിശ് ഷാഹിദിൽ ഗായിബ. ഓ സ്വഹാബിമാരെ, ഞാനിതാ ഇന്ന് നിങ്ങളുടെ മതം, നിങ്ങളുടെ ആദർശം ഇതാ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്.
അതുകൊണ്ട് എൻ്റെ നാവിൽ നിന്നും ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ട നിങ്ങൾ, ഇവിടെ ഇതാ പൂർത്തീകരിക്കപ്പെട്ട ഈ മതത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട നിങ്ങൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. ഫൽയുബല്ലിഗ്, എത്തിക്കട്ടെ എന്ന ആ ബലാഗിനെ കുറിച്ചാണ് മഹാനായ പ്രവാചകൻ ഉപയോഗിച്ച ആ അൽ ബലാഗ് എന്ന പദത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈ കൂട്ടായ്മ, ഇന്ന് ഈ പ്രബോധനം, ഇന്ന് ഈ ഒരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്താണ് ഇസ്ലാം? അല്ലെങ്കിൽ പ്രവാചകൻ എത്തിക്കണം എന്ന് പറഞ്ഞത് എന്താണ്? ഫല്യുബല്ലിഗി ഷാഹിദിൽ ഗായിബ, ഈ പരിസരത്തുള്ള എൻ്റെ സന്ദേശം കേട്ട സ്വഹാബിമാർ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ കൈമാറണമെന്ന് പറഞ്ഞ ആ ആദർശം എന്താണ്? അതാണ് പരിശുദ്ധ ഇസ്ലാം. എന്താണ് പരിശുദ്ധ ഇസ്ലാം? മഹാനായ പ്രവാചകന്റെ ജീവിതത്തിലുടനീളം അവസാന സമയത്ത് ആ പ്രവാചകൻ പൂർത്തീകരിച്ചു തന്ന കുറ്റമറ്റ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അഖിലാണ്ട മണ്ഡലങ്ങളെയും അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു മുതൽ യജുർഗോളങ്ങൾ വരെ, ജ്യോതിർഗോളങ്ങളെ വരെ പടച്ച് സൃഷ്ടിച്ച് പരിപാലിച്ച് അതിൻ്റെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്ത റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നിന്നും അവതരിക്കപ്പെട്ട പരിശുദ്ധമായ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ച മതമായതുകൊണ്ട് ചൂഷണത്തിന് ഈ മതത്തിൽ പ്രസക്തിയില്ല, വർഗീയതയ്ക്ക് ഈ മതത്തിൽ പ്രസക്തിയില്ല. അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പുകളും അരികുവൽക്കരിക്കലുകളും അപരവൽക്കരണവും ഇസ്ലാമിന്റെ പാഠമല്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അനാചാരങ്ങളില്ലാത്ത ജയന്തികളോ സമാധികളോ അടിയന്തരങ്ങളോ സഞ്ചയനങ്ങളോ ഇല്ലാത്ത പരിശുദ്ധ ദർശനമാണ് ഇസ്ലാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈളാ, ഓ സ്വഹാബിമാരെ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് അലൽ മഹിജ്ജത്തിൽ ബൈളാ, തെളിഞ്ഞ പാതയിലൂടെയാണ്, തെളിഞ്ഞ പാന്താവിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോൾ പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും അധികാരിയാണെങ്കിലും അധികാരമില്ലാത്തവനാണെങ്കിലും കുബേരനാണെങ്കിലും കുചേലനാണെങ്കിലും ഇസ്ലാമിൽ അനീതിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെയാണ്. അതിൽ അനീതിയില്ല, വർഗീയതയില്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിലുടനീളം പഠിപ്പിച്ചത്, ഇസ്ലാമിന്റെ പേരിൽ പഠിപ്പിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. മഹാനായ പ്രവാചകൻ ഒരുപാട് ഹദീസുകളിലൂടെ, ആയത്തുകളിലൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല പറഞ്ഞത്. മറിച്ച് സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന താത്വികമായ അടിസ്ഥാനപരമായ കളങ്കമില്ലാത്ത ആദർശത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു വിട്ടത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എടുത്തു നോക്കൂ നിങ്ങൾ, അല്ലേ? മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് മുതൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റിയും ആൾത്തറകളും ശ്രീകോകിലകളും പിന്നെ ആൾത്താരകളും എല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെയെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം അതെന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അത് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും. സഹോദരന്മാരെ, ഒന്ന് നോക്കൂ, അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ എന്നാണ് അല്ലാഹു വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ക്രൈസ്തവനില്ല, അവിടെ ഹൈന്ദവനില്ല, അവിടെ സിഖുകാരനില്ല, അവിടെ മതമുള്ളവനില്ല, മതമില്ലാത്തവനില്ല, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ.
എന്നിട്ട് അല്ലാഹു എന്താണ് പറയുന്നത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. എന്നിട്ട് ആ രക്ഷിതാവിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞു. വല്ലദീ ഖലഖക്കും, ആ രക്ഷിതാവിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, ആ രക്ഷിതാവ് നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ മുൻഗാമികളെയും അല്ലാഹു സൃഷ്ടിച്ചു. ഖബ്ലക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച റബ്ബ്, ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറിയേക്കാമെന്നതാണ്. എന്നിട്ട് ആ സൃഷ്ടാവിന്റെ പ്രത്യേകതകൾ, ആ അല്ലാഹുവിന്റെ പ്രത്യേകതകൾ അല്ലാഹു അടുത്ത ആയത്തിലൂടെ പറയുന്നു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ആ അല്ലാഹുവിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഭൂമിയെ മെത്തയാക്കി അല്ലാഹു സംവിധാനിച്ചു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ എടുപ്പുകളായി അല്ലാഹു സൃഷ്ടിച്ചു തന്നു. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം കോരിച്ചൊരിഞ്ഞ് നൽകി എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരുവിധ മടിയും വേണ്ടതില്ല. ആ അല്ലാഹുവിന് പകരം മറ്റു ദേവീദേവന്മാരെ, അമ്പിയാക്കന്മാരെ, തങ്ങന്മാരെ, ഖോജമാരെ ആരാധിക്കരുത് എന്ന വർഗീയതയില്ലാത്ത തുല്യ നീതിയുക്തമായ മതത്തിന്റെ ദർശനമാണ് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒരു ആശയം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യകുലത്തെ എന്നല്ല ലോകത്തെ തന്നെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യർക്ക് വേണ്ടിയാണ് മുഴുവൻ ലോകത്തെയും സൃഷ്ടിച്ചത്. ആ മനുഷ്യന്റെ ദൗത്യം എന്താണ്? ആ മനുഷ്യനിൽ നിന്നും അല്ലാഹു ആഗ്രഹിക്കുന്നത് എന്താണ്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിന്റെ 56-57 ആയത്തുകളിലുള്ള അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യരാശിയെയും ജിന്ന് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു പറയുന്നത് മനുഷ്യരും ജിന്ന് വർഗവും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതാണ്. ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞു? എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ ആരാധിക്കണം. അതിനു വേണ്ടിയാണ് മനുഷ്യരെ, ജിന്നുവർഗങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ടോ തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വമാ ഉരീദു മിൻഹും മിർ റിസ്ഖ്, ആ വർഗത്തിൽ നിന്നും, ജിന്ന് വർഗത്തിൽ നിന്നും, മനുഷ്യവർഗത്തിൽ നിന്നും ഞാൻ റിസ്ഖിനെ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, ജിന്നുവർഗവും മനുഷ്യവർഗവും എന്നെ ഇങ്ങോട്ട് ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ ആശയത്തിൽ, ഇസ്ലാമിക ആദർശത്തിൽ ഒരു കാണിക്ക വക്കലുകളും ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അള്ളാഹുവിനങ്ങോട്ട്, ദൈവത്തിനങ്ങോട്ട് കാണിക്ക വെക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ടോ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, കാരണം എന്താണ്? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഹുവർ റസ്സാഖ്, അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, തീർച്ചയായും ശക്തനും അല്ലാഹു തന്നെയാകുന്നു. അപ്പോൾ അല്ലാഹുവിന് അങ്ങോട്ട് ഭക്ഷണം നൽകുകയോ അല്ലാഹുവിന് അങ്ങോട്ട് ഉപജീവനം നൽകേണ്ട ആവശ്യമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് മനുഷ്യന്റെ ലക്ഷ്യമെങ്കിൽ അവനെ മാത്രം ആരാധിക്കുന്നവർക്ക് മാത്രമേ പരലോകത്ത് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ അടിക്കടിയായിക്കൊണ്ട് അല്ലാഹു പറയുന്നത്. സൂറത്തുൽ ബഖറയുടെ 4-ാമത്തെ ആയത്ത് നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ്. അല്ലാഹു എന്താണ് പറയുന്നത്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക
വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അവർ യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നതിൽ അവർ വിശ്വസിക്കുന്നവരാണ്. വമാ ഉൻസില മിൻ ഖബ്ലിക്, അവർ മുൻഗാമികൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോക വിശ്വാസം ദൃഢബോധ്യത്തിൽ ഉൾക്കൊള്ളുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പരലോകത്തിൽ വിശ്വസിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. ആ പരലോകത്തിൽ വിശ്വസിക്കണമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് അവരുടെ നാഥൻ കാണിച്ചു തന്ന മാർഗത്തിൽ നിന്നും നേർവഴിയിൽ നിന്നും വഴിതെറ്റാത്ത ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവരാകുന്നു അവർ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അപ്പോൾ പരലോകത്ത് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകനിലും പരിശുദ്ധ ഖുർആനിലും മുൻകാല പ്രവാചകന്മാരിലും വിശ്വസിച്ച് എനിക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന ദൃഢബോധ്യം സ്വീകരിച്ച ആളുകൾക്ക് മാത്രമേ പരലോകത്ത് വിജയിക്കാനാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സ്വാഭാവികമായും പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടാകും. എന്ത് പരലോകം? പരലോകത്തിൽ ആരെങ്കിലും പോയി ഇവിടെ വന്നിട്ടുണ്ടോ? എങ്കിലല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ആരാണ് ഇത്രമേൽ സത്യസന്ധമായി പരലോകമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത്? പരലോകമെന്ന ഒന്ന് ഇല്ലേ ഇല്ല എന്ന് വാവിട്ട് വാചോടാപം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിന്റെ കൃത്യമായ മനുഷ്യ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ 67-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വയഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ പറയും, അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ, ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ലസൗഫ ഉഖ്റജു ഹയ്യ, ഞങ്ങൾ ജീവനോടുകൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നോ? എന്തൊരു വിഡ്ഢിത്തരമാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ലേ ഇല്ല എന്ന് മനുഷ്യർ നിഷേധിച്ചുകൊണ്ട്, പരലോകത്ത് നിഷേധിച്ചുകൊണ്ട് പറയുമെന്ന് അള്ളാഹു തന്നെയാണ് നമ്മളെ ഉണർത്തുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മറുപടിയായി കൊണ്ട് ചോദിക്കുന്നുണ്ട്, അവലാ യദ്കുറുൽ ഇൻസാൻ, പക്ഷേ ഇത് പറയുന്ന മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? അന്നാ ഖലഖ്നാഹു മിൻ ഖബൽ, ഞാനാകുന്നു അവനെ അതിനു മുമ്പ്, അവൻ എന്ന ഒരു സൃഷ്ടി ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് അവനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഞാനാണെങ്കിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ പരലോകത്ത് മിൻ ഖബ്ലു വലം യകു ശൈഅ, അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവനെ ഞാൻ കൊണ്ടുവന്നെങ്കിൽ അതുപോലെ ഒരു ജീവിതം വീണ്ടും എനിക്കുണ്ടാക്കാൻ എന്ത് പ്രയാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകമെന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാതിരുന്നാൽ അവരെക്കാൾ വലിയ മൂഢന്മാർ മറ്റാരാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. കേവലം ഒരാളുടെ മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പരലോകമെന്ന യാഥാർത്ഥ്യം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ചരിത്രം പഠിക്കുന്ന ഏതൊരാളും അറിഞ്ഞ ഒരു നാമമാണല്ലോ ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ജർമ്മനിയെ പിടിച്ചു കുലുക്കിയ ആ ഭരണാധികാരിയുടെ ചരിത്ര പുസ്തകം വായിച്ചറിഞ്ഞ, ചരിത്രത്തെ നോക്കിക്കണ്ട ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയുന്ന വാചകമാണ്, അല്ലെങ്കിൽ അവൻ അറിയുന്ന വ്യക്തിയാണ്. അവസാനം അദ്ദേഹം ഒരുപാട് ആളുകളെ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇനി ഇവിടെ ചോദ്യം, 100,000-ൽ പരം ആളുകളെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ആ മനുഷ്യനെയും, ഒരാളെ കൊന്ന ആ ഒരു മനുഷ്യനെയും ഈ ഭൗതികമായ നീതിപീഠത്തിന് ഒരു തവണ മാത്രമേ തൂക്കിക്കൊല്ലാൻ കഴിയുമെങ്കിൽ അത് നീതിയാണോ പ്രിയപ്പെട്ടവരെ? അതെങ്ങനെ നീതിയാകും? കാരണം 100,000 മനുഷ്യരെ കൊന്ന ആ അഡോൾഫ് ഹിറ്റ്ലറെ യഥാർത്ഥ നീതിയാകണമെങ്കിൽ 100,000 തവണ തൂക്കിക്കൊല്ലണം. അതിന് ഈ ഭൗതികതയിൽ എവിടെയാണ് പ്രസക്തി? എവിടെയാണ് അതിനുള്ള സംവിധാനമെന്ന് നാം ആലോചിക്കുക. 60 ലക്ഷം ആളുകളെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ഒരു മനുഷ്യനെയും, ഒരാളെ കൊന്ന മനുഷ്യനെയും ഒരേ ഒരു തവണയാണ് ഭൗതികമായ നീതിപീഠത്തിന് തൂക്കുകയറിലേറ്റാൻ സാധിക്കുന്നത് എങ്കിൽ നീതിയില്ല എന്നതാണ്
നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാലോചിച്ചു നോക്കൂ, ജനിക്കും മുമ്പ് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും മരണപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജീവിതമില്ലെങ്കിൽ പിന്നെ എന്ത് നീതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്? എത്ര ആളുകൾ ഡിസേബിലിറ്റീസ് ആയിക്കൊണ്ട്, അംഗവൈകല്യം ബാധിച്ചുകൊണ്ട് ജനിച്ച് പിന്നെ മരണപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക് നീതിയോടുകൂടെ അവർക്കും ഒരു ജീവിതം വേണ്ട സഹോദരന്മാരെ. എങ്കിൽ അവർക്കെവിടെയാണ് ജീവിതം? അതുപോലെ തന്നെ മാറാരോഗികൾ ജനിച്ചത് മുതൽ സൂചിപ്പിച്ചതുപോലെ രോഗങ്ങൾ മാറാതെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നമ്മുടെ നാടുകളിൽ തന്നെ ജീവിക്കുമ്പോൾ സുന്ദരമായ ഒരു ജീവിതം അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് സുന്ദരമായ ഒരു ജീവിതം ലഭിക്കുന്നത്? അതിന് പരലോകം അനിവാര്യമാണ്. അതുപോലെ തന്നെ നീതി ലഭിക്കാത്ത പാവങ്ങളായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്, അല്ലേ? അധികാരത്തിൻ്റെയും മറ്റും അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളിയല്ലാതാകുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എങ്കിൽ യഥാർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെട്ട പാവങ്ങൾക്ക് എവിടെ വെച്ച് നീതി ലഭിക്കുമെന്ന് നാം ആലോചിക്കുക. അതുപോലെ തന്നെ ധീരരക്തസാക്ഷിത്വം വരിച്ച ഒരുപാട് മഹാരഥന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർക്ക് എന്ത് നേട്ടമാണ് ഈ അവരുടെ രക്തസാക്ഷിത്വത്തിലൂടെ ഉള്ളത് എന്ന് നാം ആലോചിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ സദാചാര ജീവിതം പോലും അതുകൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്ന് നാം ആലോചിക്കുക. കാരണം ഇവിടെ ഈ ലോകത്തോടുകൂടെ ജീവിതം അവസാനിക്കുമെങ്കിൽ പിന്നെ എന്തിനവൻ നന്മയിൽ മാത്രം ജീവിക്കുകയും ഇഷ്ടമുള്ള മനസ്സിനാഗ്രഹിച്ച തിന്മകളിൽ അവൻ ചെന്നു ചേരാതെ എന്തിന് നന്മകളിൽ മാത്രം ജീവിക്കുന്നത്? അതിൻ്റെ സാധ്യത എന്താണ്? അല്ലെങ്കിൽ അത് എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത് എന്ന് നാം ആലോചിക്കുക. അപ്പോൾ മരണത്തിന് ശേഷം കൃത്യമായ ഒരു പരലോകം ആവശ്യമാണ് എന്ന് നമ്മുടെ ബുദ്ധി പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ആ പരലോകത്ത്, ഈ ലോകത്ത് ജനിച്ച ഓരോ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരലോകത്ത് കൊണ്ടുവരും എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ആ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ സന്ദേശങ്ങൾ, പ്രവാചകന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നതാണ്. ഈ ആദർശം, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാനാണ് റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഉണർത്തുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ഓ മനുഷ്യ, നിന്റെ ബുദ്ധി അല്ലെങ്കിൽ നിന്റെ മുഖം അള്ളാഹുവിന്റെ മതത്തിന് നേരെ ഏറ്റവും വിനയാന്വിതത്തോടുകൂടെ നീ തിരിച്ചു വെക്കുക. എന്നിട്ടോ ഫിത്രത്തുല്ലാഹില്ലതീ ഫതറന്നാസ അലൈഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ഫിത്രത്തിൽ, ഒരാളുടെ പ്രകൃതത്തിൽ ഊട്ടിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ആ ഇസ്ലാമിന് നേരെ നീ നിന്റെ മുഖത്തെ തിരിച്ചു വെക്കുക. ലാ തബ്ദീല ലി ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. ദാലികദ്ദീനുൽ ഖയ്യിം, അല്ലാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. ദാലികദ്ദീനുൽ ഖയ്യിം, അതത്രേ വക്രതയില്ലാത്ത മതം. അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഈ പരിശുദ്ധ ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാം വക്രതയില്ലാത്ത മതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അനീതിയില്ല, അതിൽ പാർശ്വവൽക്കരിക്കലില്ല, അതിൽ ധ്രുവീകരണങ്ങളില്ല, അതിൽ അരികുവൽക്കരിക്കലുകളില്ല. എല്ലാ ആളുകൾക്കും നീതി ലഭ്യമാക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പോൾ ആ ഇസ്ലാമിലേക്ക് കീഴൊതുങ്ങാനാണ് റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ പ്രവാചകന്മാരുടെ ദഅവത്തെടുത്ത് പരിശോധിക്കുമ്പോൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അഖിലവും ഏതൊരു ആശയത്തിലേക്കാണ് മനുഷ്യരെ ക്ഷണിച്ചത് എന്ന് പഠിക്കുമ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി അവസാനത്തെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ മനുഷ്യരാശിയെ ക്ഷണിച്ചത് അല്ലാഹുവിലേക്കാണ്, ഈ തൗഹീദിലേക്കാണ്, പരലോക ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ അമ്പിയാക്കന്മാരെല്ലാം മനുഷ്യകുലത്തെ ക്ഷണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തെ ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാകുന്നു, അള്ളാഹുവിലേക്കാണ്.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ, ഓ പ്രവാചകരെ, പറയുക പ്രവാചകരെ, സമൂഹത്തിന് പഠിപ്പിക്കുക പ്രവാചകരെ, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, അലാ ബസീറ, ഉറപ്പോടുകൂടെ ദൃഢബോധ്യത്തോടുകൂടെ, അനവമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിന്റെ മതത്തിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, വസുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രബോധിത സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ക്ഷണിച്ചത് അല്ലാഹുവിലേക്കാണ്. പ്രവാചകൻ ക്ഷണിച്ചത് മഹാനായ ആദം നബി മുതൽ, നേരത്തെ പറഞ്ഞല്ലോ അമ്പിയാക്കന്മാരുടെ ശൃംഖല, ആദം നബി മുതൽ ഇദ്രീസ്, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരും ക്ഷണിച്ചത് അല്ലാഹുവിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒടുവിലത്തെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാലും ഒരൊറ്റ പ്രാർത്ഥനയിൽ പോലും മുൻകാല അമ്പിയാക്കന്മാരെ വിളിച്ച് അല്ലാഹുവേ എന്റെ രോഗം മാറ്റിത്തരണേ എന്നതിന് പകരം ഇബ്രാഹിം നബിയെ എന്റെ രോഗം മാറ്റിത്തരണേ, നൂഹ് നബിയെ എന്റെ രോഗം മാറ്റിത്തരണമേ, ഇദ്രീസ് നബിയെ എന്റെ രോഗം മാറ്റിത്തരണമേ എന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുകയില്ല. മറിച്ച് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബി, എന്റെ രക്ഷിതാവേ, അല്ലാഹുമ്മ, ഞങ്ങളുടെ അല്ലാഹുവേ. അങ്ങനെ ഏതേത് പ്രാർത്ഥനകൾ എടുത്തു പരിശോധിച്ചാലും എല്ലാ തേട്ടവും റഹ്മാനായ റബ്ബിലേക്ക് മാത്രമായിട്ടാണ് പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കൃത്യമായ അല്ലാഹുവിലേക്ക് മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനകളും സകല ആരാധനകളും സകല വേവലാദികളും എല്ലാം അല്ലാഹുവിലേക്ക് മാത്രമേ വിടാൻ പാടുള്ളൂ. അതാണ് യഥാർത്ഥ മതം എന്ന് പഠിപ്പിച്ച ഇസ്ലാം. നേരത്തെ പറഞ്ഞതുപോലെ വക്രതയില്ലാത്ത കെട്ടുറപ്പുള്ള ഇസ്ലാം ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. കാരണം അള്ളാഹു അവസാനമായി കൊണ്ട് അവതരിപ്പിച്ച മതമാണ്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ ഉള്ള, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരാശിക്ക് മുഴുവനായിട്ട് അള്ളാഹു അവതരിപ്പിച്ച് നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഏതേത് കാലത്തിനും അനുയോജ്യമായ മതനിയമങ്ങളായിരിക്കും ഇസ്ലാമിൽ ഉണ്ടാവുക. ഇസ്ലാമിൽ വക്രതയില്ല, ഇസ്ലാമിൽ ചൂഷണങ്ങളില്ല, പൂർണ്ണമായ സമാധാനമായിരിക്കും ആ മതത്തിൽ, അള്ളാഹു അവതരിപ്പിച്ച മതത്തിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം പോലും എന്താണ്? ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം പോലും എന്താണ് സഹോദരന്മാരെ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. സമാധാനം എന്നതാണ് ആ പദത്തിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സമാധാനമാണ് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവസാനത്തെ മതമായതുകൊണ്ട്, അവസാനത്തെ പ്രവാചകനാണ് ഇതിന്റെ പിന്നെ ഈ മതം പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ, അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് തന്നെ ഇതിൽ ഇനി ഒരാൾക്ക് കൂട്ടിച്ചേർത്താനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇനിയൊന്ന് മായ്ക്കാനോ ഇല്ലാത്ത വിധം പരിപൂർണമാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ മതം ഇട്ടേച്ചു പോകാനല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. മതത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ വെള്ളക്കുപ്പായം അണിഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഇസ്ലാം, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അഹ്ലുകാർ എന്ന് പറഞ്ഞ് വാദിച്ചു വരുമ്പോൾ ആരാണ് യഥാർത്ഥ ഇസ്ലാം, ആരല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ ഒരു മാപ്പിനി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ മാപ്പിനി? പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാണ്. അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ഖുർആനാണ് പ്രവാചകന്റെ സുന്നത്താണ്. ഏതാണ് മതം, ഏതാണ് മതമല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു സൂചകമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപേക്ഷിച്ചു പോയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ പല അനാചാരങ്ങളും പല പുരോഹിതന്മാരും ഇസ്ലാമിന്റെ പേരിൽ ചേർത്തു വെക്കുകയുണ്ടായി.
എന്നിട്ട് അവർ പറഞ്ഞു ഇതെല്ലാം ഇസ്ലാമാണ്, ഈ സംഗതികളെല്ലാം ആചരിച്ചാലേ, ഇതുപോലെ ചെയ്താലേ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകനോ ആ പ്രവാചകന്റെ മൊഴിമുത്തുകൾ നേരിട്ട് സ്വീകരിച്ച സ്വഹാബിമാർക്കോ പരിചയമില്ലാത്ത ആശയം പഠിപ്പിച്ച പുരോഹിതന്മാർ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വരികയാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ അവസാന വേളയിൽ എല്ലാം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചു, ആരെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പുതുതായി ചേർത്തുകൊണ്ട് ഇത് ഇസ്ലാമാണ് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയുക, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് മഹാനായ പ്രവാചകൻ നമ്മളെ ഉണർത്തുകയാണ്. എല്ലാ ബിദ്അത്തുകളും ഇസ്ലാമിന്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഒരുപാട് ആചാരങ്ങൾ പിൽക്കാലത്ത് കാണുകയും എന്നാൽ അതൊന്നും ഇസ്ലാമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും വിട്ടുനിൽക്കണേ എന്നാണ് മഹാനായ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് ളലാലത്താണ്, അത് വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അത് നരകത്തിലേക്കാണ് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരനെ, അങ്ങനെ നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇന്ന കാര്യം ഇസ്ലാമിൽ ഉണ്ടോ അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്തതാണോ എന്ന് സംശയം വന്നാൽ മഹാനായ പ്രവാചകന്റെ ഹദീസുകളിലേക്ക് മടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും, എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവർ കാണുക തന്നെ ചെയ്യും, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഫഅലൈക്കും ബിസുന്നതി, മഹാനായ പ്രവാചകൻ പറയുന്നത്, അവിടെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കണ്ടാൽ അല്ലെങ്കിൽ ഇന്ന കാര്യം അത് ഇസ്ലാമിൽ ഉള്ളതാണ്, മഹാനായ പ്രവാചകന്റെ നബിദിനമെന്ന ബിദ്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ജന്മദിനം കൊണ്ടാടണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സ്വഹാബിമാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബിമാർ അങ്ങനെ ഒരു അധ്യാപനം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. താബിഈകൾ നമ്മളെ പഠിപ്പിച്ചില്ല, പ്രവാചകന്റെ ഭാര്യമാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടണമെന്ന ഒരു സന്ദേശവും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുത്തനാചാരം ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ മഹാനായ പ്രവാചകൻ പറഞ്ഞു, അത് എൻ്റെ സുന്നത്തിലേക്ക് നിങ്ങൾ മടക്കും. സ്വഹാബിമാർ അള്ളാഹുവിന്റെ പ്രവാചകനിലോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ സുന്നത്തിലോ സ്വഹാബിമാരോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഇബാദത്ത് ചെയ്യുക, അതല്ല എങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളയുക എന്നാണ് മഹാനായ പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, 4 ഖലീഫമാരുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. അൽ മഹ്ദിയീൻ, നേർമാർഗം പ്രാപിച്ച, അദ്ദു അലൈഹാ ബിൻ നവാജിദ്, എൻ്റെയും എൻ്റെ സ്വഹാബിമാരുടെയും ആ പാതയുണ്ടല്ലോ, ആ പാത നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. വഇയ്യാകും മുഹ്ദസാത്തുൽ ഉമൂർ, മതത്തിന്റെ വിഷയത്തിൽ പുതുതായി ആരെങ്കിലും ഉണ്ടാക്കിയ സംഗതികൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുകയും അതിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുകയും ചെയ്യണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാനമായി കൊണ്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുത്തനാചാരങ്ങളും ളലാലത്താകുന്നു, വഴികേടാകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോ സ്വഹാബിമാരോ പഠിപ്പിക്കാത്ത ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു സംഗതി അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്യാൻ തുനിയുകയാണെങ്കിൽ സഹോദരന്മാരെ, അത് നല്ലതല്ല, അത് ചീത്തതാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സുബഹി നമസ്കാരം 2 റക്അത്താണ് പഠിപ്പിച്ചതെങ്കിൽ മൂന്നാമതായി കൊണ്ട് 1 റക്അത്ത് അതിലേക്ക് ചേർക്കാൻ നമുക്ക് അനുവാദമില്ല. 4ാമതായി കൊണ്ട് അല്ലെങ്കിൽ അസ്ർ നമസ്കാരം, ദുഹർ നമസ്കാരം 4 റക്അത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അവിടെ 1 റക്അത്ത് കുറയ്ക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവകാശമില്ല, അതിന് അർഹതയില്ല. അത് വൻ പാപമാണ്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കലാണ്, പ്രവാചകനെ ധിക്കരിക്കലാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറ്റവും ശരിയായ പാത
മാ അന അലൈഹിൽ യൗമ വ അന അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു പാതയിലാണോ നിലനിൽക്കുന്നത് ആ പാത പിൻപറ്റുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിലുള്ളത് മാത്രം ചെയ്യുക എന്നതാണ്, പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രം ചെയ്യുക എന്നതാണ് ഏറ്റവും ശരിയായ മാർഗമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു പഠിപ്പിച്ചല്ലോ. എന്താണ് പഠിപ്പിച്ചത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മഹാനായ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ അവസാനത്തെ ഖുതുബ നിർവഹിക്കവേ അവിടെ നിന്ന് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ മതം ഞാനിതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഇതിലേക്കൊന്നും ചേർക്കാനില്ല എന്നതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ പേരിൽ നബിദിനമെന്ന അനാചാരം മരണപ്പെട്ടവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല അനാചാരങ്ങളും ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാർ പരിശുദ്ധ ഖുർആനിലേക്കാണ്, ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചത് എങ്കിൽ ഇന്ന് ഇവിടുത്തെ പുരോഹിതന്മാർ പല പാളക്കിതാബുകളിലേക്കും മൗലീദിന്റെ ഏടുകളിലേക്കും ഹദ്ദാദിന്റെ കിതാബുകളിലേക്കുമായിക്കൊണ്ട് പ്രവാചകനോ അവിടുത്തെ സ്വഹാബിമാർക്കോ പരിചയമില്ലാത്ത ഏടുകളിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ എവിടെയാണ് പ്രവാചകന്റെ അധ്യാപനം നമ്മൾ പാലിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം സുന്നത്ത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എടുത്താൽ തീരാത്ത സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിയുന്നവർക്ക് അത് ജീവിതത്തിൽ കൊണ്ടുവരാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി എനിക്ക് സുന്നത്തൊന്നും വേണ്ട, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് ആചാരങ്ങളും ഒരുപാട് ഇല്ലാത്ത പ്രവർത്തനങ്ങളും മാത്രം മതി എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ ചടിച്ചു നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ബിദ്അത്തുകൾ, അത്തരത്തിലുള്ള അനാചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന ആളുകൾ നമ്മുടെ ഉമ്മത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ കുറിച്ച് പറയാൻ അത് ബിദ്അത്താണെങ്കിൽ ബിദ്അത്താണെന്ന് പറയാൻ, ബിദ്അത്ത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ പ്രവാചകൻ ക്ഷണിച്ച ഇസ്ലാമിലേക്ക് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കാൻ നമുക്ക് അർഹതയുള്ളൂ. ഏറ്റവും വിചിത്രമായ കാര്യം, നമ്മുടെ അടുത്ത് കോഴിക്കോട് പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ, മടവൂർ എന്ന സ്ഥലത്തുള്ള CM മടവൂർ എന്ന ചിറ്റടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മാനസിക സമനില തെറ്റിയ ഒരു വ്യക്തിയാണ് പോലും ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒന്ന് കണ്ണ് ചിമ്മിയാൽ ആകാശത്തുള്ള ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടുമെന്ന വിഡ്ഢിത്തം പറയാൻ സഹോദരന്മാരെ പുരോഹിതന്മാർക്ക് നാണമില്ല. അങ്ങനെ നോക്കുമ്പോൾ ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും അതുപോലെ തന്നെ ഖോജമാരിലേക്കും തങ്ങന്മാരിലേക്കും എല്ലാം ഈ മനുഷ്യരെ ഈ പുരോഹിതന്മാർ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെ അള്ളാഹുവിനെ വിളിക്കേണ്ടതിനു പകരം അള്ളാഹുവല്ലാത്ത ശക്തികളെ വിളിച്ചാൽ, അള്ളാഹുവല്ലാത്ത വ്യക്തികളെ വിളിച്ചാൽ ഘോരാന്ധകാരമായ നരകമായിരിക്കും അവരുടെ പര്യവസാനം എന്നാണ് പരിശുദ്ധ ഖുർആൻ ആസകലം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ആദർശമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അങ്ങാടിയിൽ, ഈ ഒരു സായാഹ്ന വേളയിൽ നമുക്ക് പറയാനുള്ളത് എന്നതാണ് ഓർമ്മപ്പെടുത്താൻ. സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവല്ലാത്ത ഒരാളെ വിളിച്ച് മരണപ്പെടാനുള്ള ഹതഭാഗ്യമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന് പുറത്തു കൊടുക്കുകയില്ല എന്നതാണ്. ശിർക്ക് ചെയ്തുകൊണ്ട് അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാലാകാലം നരകത്തിന്റെ അടിക്കുണ്ടിൽ സ്ഥിരതാമസക്കാരനായിരിക്കുമെന്ന്, ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. എത്ര വ്യക്തമാണ് സഹോദരന്മാരെ അല്ലാഹു നമ്മളോട് പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും അവൻ പുറത്തു തരികയില്ല എന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സാമാന്യമായ ബുദ്ധി കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ട എല്ലാം നൽകി വരുന്ന റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനകൾ, നമ്മളെ സൃഷ്ടിച്ചിട്ടില്ലാത്ത, നമ്മുടെ മനസ്സറിയാത്ത, നമുക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ
ചെയ്യാൻ കഴിയാത്ത ഒരു തങ്ങൾ ഒരു തങ്ങൾ കേൾക്കുമെന്ന്, അല്ലെങ്കിൽ ആ തങ്ങൾക്ക് മുമ്പിൽ ഈ ആരാധന അർപ്പിക്കുന്നതിന്റെ വിഡ്ഢിത്തം എത്രയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ഒരു തങ്ങന്മാരെയും അല്ലെങ്കിൽ ഒരു ദേവന്മാരെയും വിളിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ആദർശം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ശിർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേയറ്റം വഴികേടിൽ അകപ്പെട്ടവനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ ഏറ്റവും ഇല്ലാത്ത ഏറ്റവും അപകടമായ വാദം പറയുന്നവനാണ് ഈ ശിർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ സൂറത്തു അൻആമിന്റെ 88-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മൻ യശാ. അള്ളാഹുവിന്റെ സന്മാർഗം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. മൻ യശാഉ മിൻ ഇബാദി, അവന്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ സന്മാർഗം അള്ളാഹു കനിഞ്ഞു നൽകും. വലൗ അശ്റകൂ, എന്നാൽ പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ, നിങ്ങളാണെങ്കിൽ പോലും വലൗ അശ്റകൂ, ആരാകട്ടെ, ആര് തന്നെ ശിർക്ക് ചെയ്താലും ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ആ ശിർക്ക് ചെയ്ത വ്യക്തിയുടെ സകല സൽക്കർമ്മങ്ങളും അള്ളാഹു നിഷ്ഫലമാക്കി കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ബിരിയാണി ചെമ്പിൽ അല്പം വിഷം കലർന്നാൽ ആ ബിരിയാണിക്ക് പിന്നെ പ്രസക്തിയില്ല എന്നതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അവന്റെ നമസ്കാരം കൃത്യമാണ്, അവന്റെ സ്വതക്ക കൃത്യമാണ്, അവൻ ഏറ്റവും നല്ല രൂപത്തിൽ മറ്റുള്ള ആളുകളോട് പെരുമാറുന്നു, എല്ലാം ശരി തന്നെ. പക്ഷേ അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം മുഹിയുദ്ദീൻ ഷെയ്ഖേ, മമ്പുറത്തെ തങ്ങളെ, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അതോടുകൂടെ അവന്റെ സകല ഇബാദത്തുകളും പൊളിഞ്ഞു പോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എങ്കിൽ ആ ശിർക്കിന്റെ ഗൗരവം എത്രത്തോളമായിരിക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട്, ശിർക്കിനെ മനസ്സിലാക്കി, ശിർക്കിന്റെ അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിർക്കിൽ നിന്നും പാടെ വിട്ടുനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പരലോക ജീവിതത്തിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്ഷയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ആ പരലോകത്ത് എത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരാളുടെ പേരിലും ഇന്ന ആള് ക്ഷണിച്ചത് കൊണ്ടാണ് റബ്ബേ ഞാൻ ഈ തിന്മ ചെയ്തു പോയത്, അതുകൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിച്ച് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന ആ ഒരു ന്യായീകരണത്തിന് സ്ഥാനമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മറിച്ച് തിന്മയിലേക്ക് വഴി നടത്തിയ, ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും എത്താൻ കാരണമായ ആളുകളെ, ആ ഉസ്താദുമാരെ പഴി ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ ആ മനുഷ്യൻ ശിർക്ക് ചെയ്ത് ജീവിച്ച, ബിദ്അത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ആവലാതി ബോധിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ദുഷ്കർമ്മം ചെയ്ത, ഒരു ബിദ്അത്ത് ചെയ്ത വ്യക്തി പറയും, അല്ലാഹുവേ ഞാൻ ശിർക്ക് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ തിന്മകൾ ചെയ്യാൻ കാരണം ഇന്ന ഉസ്താദ് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന പുരോഹിതൻ എന്നെ അതിലേക്ക് ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ ഈ തിന്മകൾ ചെയ്തത്. റഹ്മാനായ റബ്ബേ, എന്നെ ശിക്ഷിക്കേണ്ടതിനു പകരം ഇരട്ടി ശിക്ഷ അദ്ദേഹത്തിന് നൽകണേ എന്ന് പറഞ്ഞു നോക്കുമെന്നതാണ്. പക്ഷേ അവിടെ രക്ഷയില്ല സഹോദരന്മാരെ, അവിടെ രക്ഷയില്ല. ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകളായി ജീവിച്ച ഒരു വ്യക്തിയെ സഹായിക്കാൻ, ശുപാർശ ചെയ്ത് നരകത്തിൽ നിന്നും കരകയറ്റാൻ അവിടെ ഒരാൾക്കും സാധ്യമല്ല. അവിടെ ശുപാർശ വില പോകാത്ത ദിവസമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കുക. ഏതാണ് ആ ദിവസം? പരലോകം എന്ന ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. ഒരാൾക്കും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്ത വേദനാജനകമായ നിമിഷമായിരിക്കും അവിടെ ഉണ്ടാവുക. തീർന്നില്ല, വലാ യുഖ്ബലു മിൻഹാ ശഫാഅ. അവിടെ ഒരാളുടെയും റെക്കമെൻഡേഷൻ അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ യുഖദു മിൻഹാ അദ്ൽ. അവിടെ ഒരാളുടെയും പാരിതോഷികം അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ ഹും യുൻസറൂൻ. അവിടെ ഒരാളും സഹായിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സൂചിപ്പിച്ചു വന്നത്, ശിർക്കും ബിദ്അത്തും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ശിർക്കിൻ്റെയും
ആ ബിദ്അത്തിൻ്റെയും പാപഫലം ഓരോരുത്തരും ഒറ്റയ്ക്ക് പരലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വരും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കാനിരിക്കുന്ന മുദബ്ബിറുൽ ആലം, ഈ ലോകം നിയന്ത്രിക്കുന്നത് ചിറ്റടിമീത്തൽ അബൂബക്കറല്ല, മറിച്ച് റഹ്മാനായ റബ്ബാണ്. ഈ ലോകത്തെയും എന്നല്ല സകല ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആ റഹ്മാനായ റബ്ബാണ് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മൗലവി അവറുകൾ ഇവിടെ വളരെ വിശദമായി കൊണ്ട് തന്നെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കാര്യത്തെ ഹക്കിനെ ഹക്കായിക്കൊണ്ട് ഏതു ഭാഗത്താണ് സത്യമുള്ളത്, ഏതു ഭാഗത്താണ് അസത്യമുള്ളത് എന്ന് തിരിച്ചറിയുകയും സത്യത്തിൻ്റെ കൂടെ നിലനിൽക്കാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യണേ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് വേണ്ടി നാം പിരിയുകയാണ്. നമസ്കാരത്തിന് ശേഷം ഉടനെ എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ സദസ്സിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗമം സാലിഹായ അമലായി സ്വീകരിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.